ഓപ്പൺ ചെയ്യരുത്. ചിലപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഇതിൽ നിന്ന് ഔട്ടായി പോകും. അപ്പോൾ അവരൊന്നും കൂടെ റീജോയിൻ ചെയ്യണം. ഇറ്റ് ഈസ് നൗ വർക്കിംഗ്. അപ്പൊ ഇ എൻ എന്ന് പറയുന്നത് സ്കാലാറാണ്. അതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ടേം ഒരു വെക്ടറാണ്. അപ്പൊ അതിനെ നേരിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ എൻ ഇൻറ്റു ഇ എൻ സ്ക്വയർ, ഇ എൻ ഇൻറ്റു മൈനസ് ഇ എൻ വി, പിന്നെ മൈനസ് വി ഇൻറ്റു ഇ എൻ സ്കാലാർ ആയതുകൊണ്ട് വി ഇ എന്നും ഇ എൻ വിയും കമ്മ്യൂട്ടിംഗ് ആണെന്ന് പറയാം. അപ്പോൾ ആ ടേം -2 ഇ എൻ വി എന്ന് എഴുതാം. മൈനസ് വി ഇൻറ്റു മൈനസ് വി മേക്ക് ഇറ്റ് സേ പ്ലസ് വി സ്ക്വയർ ഗെറ്റ് എൻ എൽ എം. സോ ദാറ്റ്സ് ഈക്വൽ ടു -1/2 എം സി സ്ക്വയർ. പിന്നെ ഇതിനകത്തുള്ള 3 ടേമുകളായിട്ട് ഇതിനെ പിരിച്ചു. അങ്ങനെ 3 ടേം ആക്കുന്ന സമയത്ത് ഫസ്റ്റ് ടേം വരുന്നത് സ്കാലാർ പ്രൊഡക്റ്റ് എൻ എൽ എം ഇ എൻ സ്ക്വയർ ഗെറ്റ് എൻ എൽ എം എന്ന് വരും. അത് എക്സ്പെക്ടേഷൻ ഇ എൻ സ്ക്വയർ ആണ്. ഇ എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ nth ക്വാണ്ടം സ്റ്റേറ്റിന്റെ എനർജി, ദാറ്റ്സ് എ സ്കാലാർ അഗെയിൻ. അപ്പൊ ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. -2 ഇൻറ്റു ഇ എൻ അത് സ്കാലാർ ആണ്, അപ്പോൾ അത് പുറത്ത് എഴുതി. പിന്നുള്ള പൊട്ടൻഷ്യൽ എനർജി ടേം ഉണ്ട്, അതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. Potential energy is given by -1/4 pi epsilon 0 charge of the nucleus, that is plus E. ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു പ്രോട്ടോൺ ആണുള്ളത്, അപ്പോൾ പ്ലസ് ഇ ഇൻറ്റു ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ -E, ദാറ്റ് മേക്ക് ഇറ്റ് സേ -E²/4 pi epsilon 0 r. This 4 pi epsilon will be coming as a disturbance as long as this entire problem is concerned. So let me omit 4 pi epsilon 0. As I am going to do this problem in CGS system. I have already evaluated this in SI system in the last class. That is as per the textbook in your syllabus. This is something that I have prepared in a short period of time. Hope you can have this derivation in ZTLE. Anyway, we'll be doing this problem in CGS system. Then potential energy may be written as a -E² divided by R. And the third term is the expectation value of the square of the potential energy. So that will be -E² by R into -E² by R. Make it say plus E⁴ divided by R into R, that is R square. Expectation of E⁴ divided by R square. ഇതിലെ സ്കാലാർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞത് ഇ എൻ, nth quantum state in the energy. In CGS system, the energy of the hydrogen atom in the nth quantum state is given by -E² by 2a0 n square, where a0 is the Bohr radius. അപ്പോൾ ഇതൊരു സ്കാലാർ ഓൾറെഡി നമുക്ക് അറിയാം. അപ്പം ഇനി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ടേമും തേർഡ് ടേമുമാണ്. സെക്കൻഡ് ടേമിൽ ഇരിക്കുന്ന ഓപ്പറേറ്റർ -E² by R ആണ്. അതിലെ E² ഒരു സ്കാലാറാണ്, അപ്പോൾ അതിനെ പുറത്ത് എഴുതാം. ബാക്കിയുള്ളത് എക്സ്പെക്ടേഷൻ 1/R ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരിക. അതുപോലെ മൂന്നാമത്തെ ടേമിലുള്ളത് E⁴ പുറത്തെടുക്കാം. എക്സ്പെക്ടേഷൻ 1/R² ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ നൗ we are left to evaluate expectation 1/R and expectation 1/R². ഈ എക്സ്പെക്ടേഷൻ 1/R എക്സ്പെക്ടേഷൻ ആറിന്റെ റെസിപ്രോക്കലും, we may think that R is an operator, then 1/R should give you an expectation value that is the reciprocal of the expectation of R. അങ്ങനെ എല്ലാ ഓപ്പറേറ്റേഴ്സും നമ്മൾ വിചാരിക്കുന്ന പോലെ പെരുമാറിക്കൊള്ളണമെന്നില്ല ഒരിക്കലും. അപ്പോൾ എക്സ്പെക്ടേഷൻ 1/R ആണ് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദിസ് ആൾസോ വി ഹാവ് ഇവാലുവേറ്റഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. എക്സ്പെക്ടേഷൻ 1/R ഈസ് 1/AN², where A is the Bohr radius. ചിലപ്പോൾ ഞാനത് A0 എന്ന് എഴുതും, ചിലപ്പോൾ A എന്ന് എഴുതും. എനിവേ ഇറ്റ് ഈസ് ദ Bohr radius. ഫോർ ബ്രഷിംഗ് അപ്പ് ദ തിയറി, ഇത് ചിലപ്പോൾ ഒരു ഷോർട്ട് പ്രോബ്ലം ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. വി വിൽ ഇവാലുവേറ്റ് ഇറ്റ് ഹിയർ വൺസ് അഗെയിൻ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് 2 times ദ ടോട്ടൽ എനർജി മാഗ്നിറ്റ്യൂഡാണ്. കൈനറ്റിക് എനർജിയുടെ മാഗ്നിറ്റ്യൂഡും പൊട്ടൻഷ്യൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിരുന്നു. സോ എക്സ്പെക്ടേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു expectation 2 times the total energy. Expectation potential energy CGS system -E² by R ആണ്. That is then equal to expectation 2 times the total energy. അപ്പോൾ expectation 1/R കിട്ടാൻ ഈ -E² എന്നുള്ളത് സ്കാലാർ ആണ്, അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. സോ expectation 1/R is equal to
മൈനസ് 1/e² ഇൻറ്റു 2 പുറത്തെഴുതി. സോ മേക്ക് ഇറ്റ് മൈനസ് 2/e² എക്സ്പെക്ടേഷൻ en. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2/e². എക്സ്പെക്ടേഷൻ en എന്ന് പറയുന്നത് nth ക്വാണ്ടം സ്റ്റേറ്റിലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി. ദാറ്റ് ഈസ് മൈനസ് e²/2 an². അപ്പോൾ e² വെട്ടിപ്പോയി, 2 വെട്ടിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/an². So the problem of evaluating expectation 1/r is over. Now we have to evaluate expectation 1/r². For that, consider the radial equation for hydrogen atom. ഇത് നിങ്ങൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ക്വാണ്ടം സ്റ്റേറ്റ് ക്വാണ്ടം ഡൈനാമിക്സിൽ സോൾവ് ചെയ്ത സമയത്ത് റേഡിയൽ പാർട്ട് ഓഫ് ദ വേവ് ഫംഗ്ഷൻ വെച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. യു എന്നുള്ളതിന് പകരം ഒരു പക്ഷേ നിങ്ങൾ ആർ എന്നായിരിക്കും. ഇഫ് യു ഹാവ് ഫോളോഡ് ടെക്സ്റ്റ് ബുക്ക് ബൈ തങ്കപ്പൻ സർ, യു മൈറ്റ് ഹാവ് used say capital letter R as the radial part of the wave function instead of UNL of R. And this is minus h² by 2m d² u by dr² plus this is the angular momentum operator L into L plus 1 h² by 2mr² minus e² by r operating over UNL is equal to En UNL of R. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ മൈനസ് 2m/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ടേം മൈനസ് 2m/h² ഇൻറ്റു മൈനസ് h²/2m എന്നുള്ളത് വാനിഷ് ചെയ്ത് ഇങ്ങനെ വന്നോളൂ. അപ്പോൾ ഈ ടേം വരുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് UNL ഓഫ് R. യു അഗൈൻ ലേറ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് UNL ഓഫ് R ആണ് അപ്പം ഈ ടേം വരുന്നത്. ഇനി അതിനെ ഈ റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റിയിൽ u ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഇക്വേഷനെ u കൊണ്ട് ഡിവൈഡ് ചെയ്യുക കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൈനസ് 2m/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, u കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ടേം വരുന്നത് ഈ കോയിഫിഷ്യന്റ് പോയി t² u by dr² ഡിവൈഡഡ് ബൈ u എന്ന് വരും. ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു r ഡിവൈഡഡ് ബൈ u മൈനസ് ഇതിനെ നമ്മൾ മൈനസ് h² by 2m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൈനസ് 2m/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2m/h² by 2m പോയി മൈനസ് അവിടെ അഡീഷണൽ ആയിട്ട് വന്നു. L into L plus 1 ഡിവൈഡഡ് ബൈ r². പിന്നെ പുറത്തുള്ള യുവും ഈ u ഡിവൈഡ് ചെയ്തതും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് പോയി. ഈ ടേമിനെ അതുപോലെ തന്നെ മൈനസ് 2m/h² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലസ് ടേമായി 2m/h² ഇൻറ്റു e² ഡിവൈഡഡ് ബൈ r എന്ന് വന്നു. ഈക്വൽ ടു മൈനസ് 2m/h² ഇൻറ്റു en. un ഹരിച്ചപ്പോൾ ആ un പോയി. ഫോർ u ഡബിൾ പ്രൈം ബൈ u, സെക്കൻഡ് ഡെറിവേറ്റീവിനെ നമ്മൾ u ഡബിൾ പ്രൈം എന്ന് എഴുതി. ബൈ u ഈക്വൽ ടു ഈ മൈനസ് ടേം അപ്പുറത്ത് പോയപ്പം പ്ലസ് ടേമായി L into L plus 1 by r² മൈനസ് 2m/h² ഇൻറ്റു e² ബൈ r ഈക്വൽ ടു ഈ ടേം മൈനസ് 2m/h² ഇൻറ്റു en സ്ഥാനത്ത് നമ്മൾ മൈനസ് e² ബൈ 2 an² എന്ന് എഴുതി. ഈക്വൽ ടു മൈനസ് e² ബൈ 2 an². u ഡബിൾ പ്രൈം ബൈ u ഈക്വൽ ടു L into L plus 1 by r². ഇതിൽ നിന്നാണ് നമ്മൾ r² എക്സ്പെക്ടേഷൻ വാല്യൂ 1/r² എക്സ്പെക്ടേഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മൈനസ് 2m e² ബൈ h² ഇൻറ്റു 1/r. ഇതിൽ എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ എക്സ്പെക്ടേഷൻ 1/r വരും. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ 2 ക്യാൻസൽ ചെയ്തു. me² മൈനസ് മേക്ക് ഇറ്റ് പ്ലസ് me² ഡിവൈഡഡ് ബൈ h² an² എന്ന് വന്നു. Now we differentiate this equation with respect to L. അപ്പോൾ എല്ലിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എല്ലിലാണെന്ന് ശ്രദ്ധിക്കണം. ഇതിൽ പ്രൈം എഴുതിയിരിക്കുന്ന ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ വെക്ടർ ആർ ആണ്. എല്ലിലാണ് ഇപ്പം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡോ ബൈ ഡോ എൽ ഓഫ് ലെഫ്റ്റ് സൈഡ് u ഡബിൾ പ്രൈം ബൈ u ഈക്വൽ ടു L into L plus 1നെ എല്ലിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് L² പ്ലസ് L ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ L² ഡെറിവേറ്റീവ് 2L പ്ലസ് L ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ r² മൈനസ് ഈ ടേമിനകത്ത് മൈനസ് 2m e² ബൈ h² ഇൻറ്റു 1/r എന്നുണ്ട്. അപ്പോൾ ആ ടേമിൽ എവിടെയും
ഈ ടേമിൽ എവിടെയും എല്ലോ എല്ലിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടേമുകളോ ഇല്ല. സോ ദിസ് ടേം വിൽ ബി ഗോയിങ്, ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ വിൽ ബി 0. പിന്നുള്ളത് ഈ ടേമാണ് me²/h²(a(n²). ഇവിടെ ഒരു 2e2 ആണ് അഡീഷണൽ ആയിട്ട് ഞാൻ എഴുതിയത്, വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. me²/h²(a(n²). ഇതിലെ n ദാറ്റ് ഹാസ് എ ഡിപ്പെൻഡൻസ് ഓവർ എൽ. ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 0 to n-1 ആണ്. അപ്പോൾ ഓരോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അനുസരിച്ച് ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ മാറും. എൽ വേരീസ് ഫ്രം 0 to n-1. അങ്ങനെ നോക്കുമ്പോൾ എന്നും എല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് n = l+1 എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ എന്നും എല്ലും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ടേമിനെ 1/n² ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലെ കോൺസ്റ്റൻസ് ഒക്കെ ഞാൻ എഴുതി. me²/h²(a), me²/h²(a) എന്ന് എഴുതി. 1/n² ഡെറിവേറ്റീവ് -n, ഈ പവർ ആയിട്ടുള്ള ടേം -2 /n⁻3 ഇൻറ്റു എന്നും എല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലിൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ∂n/∂l വാല്യൂ ∂l/∂l പ്ലസ് ∂1/∂l, അത് 0 ആണ്. ഈ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ ∂n/∂l = ∂l/∂l ആണ് റൈറ്റ് സൈഡിലുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ടേമിന്റെ ഡെറിവേറ്റീവ് വരുന്നത് -2/n³ ഇൻറ്റു ഈ കോൺസ്റ്റൻസ്, അത് എഴുതിയപ്പോൾ -2 me²/h²(a(n³). So we have evaluated this differentiation. Now the quantity on the left side. Sorry, there is something wrong with the key. Yeah. So en1 = ആ ടേമിലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തു. No, there is one more quantity that is to be evaluated. Yeah, this one. Now we know that the normalization condition for the radial part of the wave function, which is also a well-behaved wave function, is integral from 0 to infinity un* dr is equal to 1. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷന് നമ്മൾ രണ്ട് സൈഡിലും, ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ രണ്ട് സൈഡിലും ഈ ഇക്വേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ∂l/∂l ഓഫ് u''u ആയിരുന്നു. അതിനെ u² dr ഇന്റഗ്രൽ 0 to infinity കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to infinity u² ∂l ഓഫ് u''u dr ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളതിൽ 2l+1 കോൺസ്റ്റന്റ് ആണ്, കാരണം ഇന്റഗ്രൽ പിന്നെ വരുന്നത് dr-ലാണ്. സോ 2l+1 ഇന്റഗ്രൽ 0 to infinity unl² 1/r² dr -2 me²/h²(a(n³) കോൺസ്റ്റൻസ് പുറത്തെഴുതി. ഇന്റഗ്രൽ 0 to infinity un² dr. This is precisely the normalization condition for un, that's equal to 1. നമ്മൾ എടുത്തത് തന്നെയാണ് ആ കിട്ടിയേക്കുന്നത്. And this quantity is u* 1/r² integral 0 to infinity dr. That is expectation 1/r², which is the quantity that we have to evaluate. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ∂l ഓഫ് u''u ഉണ്ട്. അതിനപ്പോൾ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ ടേം അതേപോലെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു. ഇന്റഗ്രൽ 0 to infinity u² ∂l ഓഫ് u''u dr. That is integral 0 to infinity u², denominator u into derivative of numerator ∂u''(∂l) minus numerator u' into derivative of denominator ∂u/∂l. ഇവിടെ ഡിഫറൻഷിയേഷൻ ∂l എന്ന ഫംഗ്ഷനിലാണ്, ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു r1 divided by denominator square u². So this u² vanishes with this u² in the denominator.
അപ്പോൾ ബാക്കിയിരിപ്പുള്ളത് ഇൻ്റഗ്രൽ 0 to infinity u ഡോ യു ഡബിൾ പ്രൈം ബൈ ഡോ എൽ ഡി ആർ മൈനസ് ഇൻ്റഗ്രൽ 0 to infinity u ഡബിൾ പ്രൈം ഡോ യു ബൈ ഡോ എൽ ഡി ആർ. ഈ രണ്ട് ക്വാണ്ടിറ്റിയും എക്സാക്ട്ലി ഈക്വൽ ആണ്. യു ക്യാൻ പ്രൂവ് ഇറ്റ് ഫ്രം ദി തിയറം ഇൻ പാർഷ്യൽ ഡെറിവേറ്റീവ്. സേ എഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഡബിൾ പ്രൈം ഓർ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഡബിൾ പ്രൈം ഡി എക്സ് മൈനസ് ഈ ഇൻ്റഗ്രേഷൻ വേണമെങ്കിൽ കോമൺ ആയിട്ട് പുറത്തെഴുതുക. അപ്പോഴാണ് ഇതിനെ എഫ് എന്നും ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്നതിനെ പ്രൈം എന്നും വൈയിൽ ചെയ്യുന്നത് ഡെറിവേറ്റീവ് ആയിട്ടും കൊടുത്താൽ ഇത് വരുന്നത് ഇങ്ങനെയാണ്. ഇൻ്റഗ്രേഷൻ ടേം പുറത്തുണ്ട്. എഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഡബിൾ പ്രൈം ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് ഡി ആർ എന്നുള്ളത് ഡി എക്സ് ടേം ആയിട്ട് നമ്മൾ പുറത്തേക്ക് എഴുതി. മൈനസ് എഫ് ഡബിൾ പ്രൈം ആണ് അടുത്ത ടേം. എഫ് ഡബിൾ പ്രൈം ഡോ എഫ് ബൈ ഡോ വൈ. This I hope you might have proved in your degree classes in supplementary mathematics. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ക്വാണ്ടിറ്റി 0 ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതിയാകും. ദാറ്റ് ഈസ് 2l + 1 ഇൻറ്റു എക്സ്പെക്ടേഷൻ 1/r². ഇത് എക്സ്പെക്ടേഷൻ 1/r² ആണ്. ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ -2me² എന്നുള്ളത് അപ്പുറത്തേക്ക് പോയി. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ 1/r² ഈക്വൽ ടു 2me² ഡിവൈഡഡ് ബൈ ഈ ടേം 2l + 1 ഇങ്ങോട്ട് കൊണ്ടുവന്നു, n³ കൊണ്ടുവന്നു, പിന്നെ h² a ഉണ്ട്, h² a. Now you substitute the value of a. Okay, before that we will simplify it for one more term. Yeah, we substitute a. A bore radius in CGS system, it is given by h² by me². അപ്പോൾ ഇതിൽ me² ഇതേ ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു h² ഉണ്ട്. അപ്പോൾ me² by h² 1/a ആണ്. a equal to h² by me². then 1/a equal to me² by h². അപ്പോൾ ഈ me² by h² നമ്മൾ 1/a എന്ന് എഴുതി. അപ്പോൾ ബാക്കി ഇരിപ്പുള്ളത് 2 ഡിവൈഡഡ് ബൈ 2l + 1 n³ ഇൻറ്റു ഓൾറെഡി എ ഉണ്ട്, ഇതിനെ 1/a കൂടെ ചേർന്ന് 1/a² എന്ന് എഴുതി. സോ എക്സ്പെക്ടേഷൻ 1/r² ഈസ് ഈക്വൽ ടു ദിസ് വൺ. സോ വി ഹാവ് നൗ ഇവാലുവേറ്റഡ് ബോത്ത് എക്സ്പെക്ടേഷൻ 1/r ആൻഡ് എക്സ്പെക്ടേഷൻ 1/r². അപ്പോൾ അതിന് ഞാൻ പാരന്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. And this substitution will give you en1 equal to -1/, ഇതാണ് പാരന്റ് ഇക്വേഷൻ, -1/2 mc². എക്സ്പെക്ടേഷൻ en² minus 2 times en into expectation -e²/r plus expectation e⁴/r². That's equal to, yeah, I have made a mistake here. ഈ 3 ടേമെന്നും en² നമ്മൾ പുറത്തേക്ക് എഴുതുന്നു. അപ്പോൾ അത് വരുന്നത് -en². എക്സ്പെക്ടേഷൻ en²ഉം en² സെയിം ആണ്. -en²/2 mc² ഇൻറ്റു ഫസ്റ്റ് ടേമിൽ 1, സെക്കൻഡ് ടേമിൽ ഒരു en ഉണ്ട്, അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു en കൂടെ വരും. e² ഡിവൈഡഡ് ബൈ എക്സ്പെക്ടേഷൻ ഈ മൈനസും പ്ലസ് അതുകൂടെ എഴുതി 2 എഴുതി, en² പുറത്ത് എഴുതിയോണ്ട് ഒരു en ഡിനോമിനേറ്ററിൽ എഴുതി, e² സ്കാലാറാണ് പുറത്ത് എഴുതി, പിന്നെ എക്സ്പെക്ടേഷൻ 1/r 1/an² ആണ്, അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് e⁴ ഡിവൈഡഡ് ബൈ ഇതിൽ en² ഇല്ലല്ലോ, അപ്പോൾ en² ഡിനോമിനേറ്ററിൽ വന്നു. പിന്നെ എക്സ്പെക്ടേഷൻ 1/r² 2/2l + 1 n³ a² എന്ന് വന്നു. That is -en²/2 mc² into 1 plus 2 by en in the value -e²/2 an². We substitute it here into e² by an² is already there, plus e⁴ divided by n², that is ഇതിൻ്റെ സ്ക്വയർ മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആയി, e²ൻ്റെത് e⁴/4 a² into 2/2l + 1 into n³ a². അപ്പോൾ ഇതിലെ e² an² ഇതിലെ e²/an² ക്യാൻസൽ ചെയ്യാം. ഇതിൽ e⁴ ക്യാൻസലായി പോകും, e⁴ ക്യാൻസലായി പോകും.
എ സ്ക്വയറും എൻ ക്യൂബും ഇവിടെ എ സ്ക്വയർ പോയി പോകും, എൻ പവർ 4 എന്നും ബാക്കി ഇരിക്കും, എൻ ക്യൂബ് പോയി. ദാറ്റ് ഈസ് മൈനസ് ഇ എൻ സ്ക്വയർ ബൈ 2 എം സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സെക്കൻഡ് ടേമിൽ അപ്പോൾ ബാക്കി ഇരിപ്പുള്ളത് ഈ 2 മുകളിലേക്ക് വന്നു 4 പ്ലസ് ലാസ്റ്റ് ടേമിൽ ബാക്കി ഇരിപ്പുള്ളത് മൂന്നാമത്തെ ടേമിൽ ബാക്കി ഇരിപ്പുള്ളത് ഇവിടെ ഒരു 4ഉം അത് ന്യൂമറേറ്ററിലേക്ക് വന്നു, ഈ 2ഉം കൂടെ 8. പിന്നെ ഈ ഒരു എൻ ഡിനോമിനേറ്ററിൽ ബാക്കി ഇരിപ്പുണ്ട്, അത് മുകളിലേക്ക് വന്നു എൻ ഡിവൈഡഡ് ബൈ 2l+1 ഡിനോമിനേറ്ററിൽ. That is minus en square by 2mc square into 1 minus 4 plus 8n by 2l+1. en സ്ക്വയറിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, en-ന്റെ വാല്യൂ മൈനസ് me raised to 4 by 2h cross square n square all square divided by 2mc square. ഇവിടെ മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ ഇവിടെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ മൈനസിന്റെ സ്ക്വയർ പോസിറ്റീവായിട്ട് പോയി പോകും. ഇതിൽ 8n by 2l+1 ആദ്യം എഴുതി, 1 minus 4 that is minus 3. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ള എമ്മും ഈ എം സ്ക്വയറിലുള്ള ഒരു എമ്മും കൂടെ വെട്ടിപ്പോയി, മൈനസ് റീറ്റെയിൻ ചെയ്തു, മൈനസ് എം ഇ പവർ 4ന്റെ സ്ക്വയർ ഇ പവർ 8 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ 4, ഈ 2ഉം കൂടെ മേക്ക് ഇറ്റ് 8. എച്ച് ക്രോസ് സ്ക്വയർ പവർ 2 എച്ച് ക്രോസ് പവർ 4 എൻ സ്ക്വയർ പവർ 2 എൻ പവർ 4. പിന്നെ ഒരു സി സ്ക്വയർ ഡിനോമിനേറ്ററിലുണ്ട്, സി സ്ക്വയർ ഇൻറ്റു 8n by 2l+1 minus 3. Now we know that I have already told you fine structure constant alpha equal to, ആദ്യത്തെ ക്ലാസ്സിൽ ഞാനത് എസ് ഐ സിസ്റ്റത്തിലായിരിക്കും പറഞ്ഞത്, ഇ സ്ക്വയർ ബൈ 4π എപ്സിലോൺ 0 4π എപ്സിലോൺ 0 എച്ച് ക്രോസ് സി. സി ജി എസ് സിസ്റ്റത്തിൽ 1/4π എപ്സിലോൺ 0യുടെ വാല്യൂ 1 എന്ന് എടുക്കാം. So alpha in CGS system is E square by H cross C. അപ്പോൾ ഈ ടേമിൽ ഇ സ്ക്വയർ ബൈ എച്ച് ക്രോസ് സി എന്നുള്ളത് കാണുന്നിടത്ത് ആൽഫ കൊടുക്കുക. അപ്പോൾ ഇ പവർ 8 ബൈ എച്ച് ക്രോസ് പവർ 4 സി സ്ക്വയർ എന്നുള്ളത് ആൽഫ പവർ 4 ആക്കാം. അതിന് ന്യൂമറേറ്ററിൽ ഞാനൊരു സി സ്ക്വയറും ഡിനോമിനേറ്ററിൽ ഒരു സി സ്ക്വയറും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് സി പവർ 4 ആവുമല്ലോ. അപ്പോൾ ഇ പവർ 8 ബൈ എച്ച് ക്രോസ് റേസ് ടു 4 സി റേസ് ടു 4 എന്നുള്ളത് ഇ സ്ക്വയർ ബൈ എച്ച് ക്രോസ് സി ഓൾ റേസ് ടു 4 എന്ന് എഴുതാം. അത് ആൽഫ റേസ് ടു 4 ആണ്. then this term become minus mc square by 8n raised to 4 into e square by h cross c raised to 4 into 8n by 2l+1 minus 3. ഇതാണ് ആൽഫ. So this is minus alpha raised to 4 mc square by 8n raised to 4 into 8n by 2l+1 minus 3. Or this is minus ആൽഫയുടെ ടേമിൽ നമ്മൾ ഇ എൻ എഴുതാം. ദിസ് ഐ ഹാവ് ഗിവൺ യു ആസ് ആൻ അസൈൻമെന്റ്. ഇൻ എസ് ഐ സിസ്റ്റം ദിസ് ഈസ് ഇ എൻ ഈക്വൽ ടു ആൽഫ സ്ക്വയർ എം സി സ്ക്വയർ ബൈ 2n സ്ക്വയർ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആവുന്ന സമയത്ത് ആൽഫ സ്ക്വയർ എം സി സ്ക്വയർ ബൈ 2 എന്നായിരിക്കും വരിക. ഗ്രൗണ്ട് സ്റ്റേറ്റിനാണ് ഞാൻ നിങ്ങളോട് അസൈൻമെന്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവുക. So this is alpha square mc square by 2n square. That's equal to ground state energy or energy of hydrogen atom in the nth quantum state. ആൽഫയുടെ ടേംസിൽ എഴുതിയത്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആൽഫ സ്ക്വയർ എം സി സ്ക്വയർ ബൈ 2n സ്ക്വയർ. ബാക്കിയുള്ളത് ആൽഫ സ്ക്വയർ ന്യൂമറേറ്ററിൽ, ഇവിടെ ഡിനോമിനേറ്ററിൽ 4n സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 4n സ്ക്വയർ ഇൻറ്റു ഇ എൻ ഇൻറ്റു 8n by 2l+1 minus 3. ഇസഡ് ചാർജുള്ള ആറ്റം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇസഡ് സ്ക്വയറും കൂടെ വരും. പക്ഷെ ഹൈഡ്രജനിലാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഹൈഡ്രജന്റെ കേസിൽ എടുക്കുന്നു. സോ വിത്ത് ദിസ് റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ, ഗ്രൗണ്ട് സ്റ്റേറ്റ് energy of hydrogen atom in the nth quantum state becomes energy of a hydrogen atom in the absence of this calculation En0 in the relevant quantum state plus this term. ഓ ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ ഇത് മൈനസ് ആണ് ഞാൻ എഴുതേണ്ടത്. അല്ലെങ്കിൽ ഈ ടേമിനെ തിരിച്ചാലും മതിയായിരുന്നു. ഇവിടെ പ്ലസ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇത് 3 minus 8n by 2l+1 എന്ന് എഴുതണം. എനിവേ ഐ ഹാവ് ടു പുട്ട് ഇറ്റ്സ് എ മൈനസ് ഹിയർ. En0 മൈനസ് ആൽഫ സ്ക്വയർ En0 by 4n square into 8n by 2l+1 minus 3. ഓർ En0 കോമൺ ആയി പുറത്തെടുത്താൽ En0 into 1 plus alpha square divided by 1 minus alpha square by 4n square into 8n by 2l+1 minus 3.
ഈ 4n² ഇങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8ഉം 4ഉം വെട്ടിപ്പോവും. then this becomes say en equal to en0 into 1 minus alpha square 8n by 4n² cancel ചെയ്തിട്ട് ന്യൂമറേറ്ററിൽ 2. so this is 2 alpha square divided by 4 വെട്ടിപ്പോയി n into 2l plus 1 n into 2l plus 1 n into 2l plus 1 minus make it plus 3 alpha square by 4n². 3 alpha square by 4n². So this will be the modified energy of hydrogen atom as long as the relativistic correction is concerned. Now to talk about the fine structure, we have to evaluate the correction in energy arising from the spin orbit coupling. That is the next portion we have to talk about. That video I have already made. I think it is now on way of uploading. ഇത് രണ്ടും ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തതായിരുന്നു. അപ്പം മറ്റേതാണ് കുറച്ചൊക്കെ അപ്ലോഡ് ആയത്. അത് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ അപ്ലോഡ് ചെയ്ത് റെഡി ആവുമായിരിക്കും, ഉച്ചയാകുമ്പോഴേക്കും റെഡി ആവുമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അത് വെച്ചിട്ട് പഠിക്കുക. വിത്ത് ദാറ്റ് വിൽ കൺക്ലൂഡ് ദിസ് മൊഡ്യൂൾ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് മൊഡ്യൂൾ തീരുക. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദിസ് ഈസ് അബൌട്ട് ദി ഫസ്റ്റ് മൊഡ്യൂൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് 2. ഈ മൊഡ്യൂളിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. Am I audible to you? Rana, can you hear me? Yes, sir. Sir. ഇപ്പോൾ ഇതിലെങ്ങനെയാണ്, ഈ മോഡ്യൂളിൽ നിന്ന് എന്തായാലും ഷുവറായിട്ട് ഒരു essay ക്വസ്റ്റ്യൻ വരും. 2 പ്രോബ്ലം വരെ ചോദിക്കാം. 2 പ്രോബ്ലം ചോദിച്ചില്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ 2ഓ 3ഓ ഷോർട്ട് ആൻസർ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മൊഡ്യൂളാണിത്. ഇറ്റ്സ് എ പ്രിറ്റി സില്ലി മൊഡ്യൂൾ 2. ജസ്റ്റ് കുറച്ച് സമയം അതിൻ്റെ പിറകിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ സാധാരണ ചോദിക്കാറുള്ള essay ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റാർക്ക് ഇഫക്റ്റ് ഇൻ n equal to 2 സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതപ്പോൾ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക. ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല അല്ലേ? നമ്മുടെ പടപ്പറമ്പിലുള്ള കുട്ടിയുടെ പേരെന്തായിരുന്നു? മുർഷിദ. ഞാൻ നെക്സ്റ്റ് വീക്ക് എന്തായാലും നാട്ടിൽ വരുന്നുണ്ട്. അന്നേരം ഞാൻ വിളിക്കാം. ഞാൻ അന്ന് പറഞ്ഞതിന് ശേഷം പെരുന്നാൾക്കേ വന്നുള്ളൂ. പിന്നെ ആ സമയത്ത് അവിടെ ഒന്നും വരാൻ പറ്റിയില്ല. എനിവേ, അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു essay ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക. പിന്നെ ഫൈൻ സ്ട്രക്ചർ ഇൻ ഹൈഡ്രജൻ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലിപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റിലേറ്റിവിസ്റ്റിക് കറക്ഷനും സ്പിൻ ഓർബിറ്റ് കപ്ലിങ്ങും വരുന്നത്. ഈ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഒക്കെ ആദ്യമായിട്ടാണ് ഇപ്പോൾ സിലബസിൽ വരുന്നത്. നെറ്റിൻ്റെ സിലബസിൽ ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു സംഗതി കൂടെയാണ്. അപ്പോൾ ഇത് essay ആയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രിറ്റി ലോങ് essay. അതുകൊണ്ട് ഒരു പക്ഷേ ചോദിക്കില്ല. റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ മാത്രം തന്നെ വേണമെങ്കിൽ ഒരു essay ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇതൊരു essay ക്വസ്റ്റ്യൻ്റെ സ്കോപ്പ് ഉള്ളതാണ്, ബട്ട് സെൽഡം ഇറ്റ് ഈസ് ബീയിങ് ആസ്ക്ഡ്. Now this is an important question. Discuss degenerate perturbation theory. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുലേഷൻ നിങ്ങൾ ചെയ്യണം. ഒരു 2 ക്വാണ്ടം സ്റ്റേറ്റ് എടുത്തിട്ട് എങ്ങനെയാണ് കറക്ഷൻ കാണുന്നത്. അപ്പോൾ ഒരു nth ഓർഡർ ഇക്വേഷൻ ഇൻ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി കിട്ടും. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് അത്ര എണ്ണം എനർജി കറക്ഷൻസ് വരും. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു റിസോൾവ് ദ ഡീജനറസി എന്ന കൺസെപ്റ്റ് എഴുതുക. അതിനാണ് പകുതി മാർക്ക് വരിക. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറിയുടെ എക്സാമ്പിളും കൂടെ ചോദിക്കും. സിമ്പിളായിട്ട് സീമാൻ ഇഫക്റ്റ് ആണ് സാധാരണ അതിൽ ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ സീമാൻ ഇഫക്റ്റിലെ പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ കണ്ടിട്ട്
കറക്ഷൻ ഇൻ എനർജി ഇവാലുവേറ്റ് ചെയ്യുക, n=2 സ്റ്റേറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റത്തിന് അത് ചെയ്ത് കാണിക്കുകയും കൂടെ ചെയ്യുക. അതിന് ബാക്കി പകുതിയും മാർക്ക് വരും. പിന്നെ ഒന്ന് സാധാരണ ചോദിക്കാറുള്ളത് തന്നെയാണ്, ഒരു 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 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ബേസിക്സ് ഓഫ് പെർട്ടർബേഷൻ തിയറി, എന്നിട്ട് ആ ബേസിക് പെർട്ടർബേഷൻ ഇക്വേഷൻസ് എഴുതിയിട്ട് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി ആൻഡ് വേവ് ഫംഗ്ഷൻ, സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി, സെക്കൻഡ് ഓർഡർ കറക്ഷൻ വേവ് ഫംഗ്ഷൻ അങ്ങനെ ചോദിച്ച് കാണാറില്ല. അപ്പം ഇത്രയും സംഗതികൾ എഴുതാനായിട്ടൊരു എസ്സേ ചോദിക്കാം. അപ്പോൾ സാധാരണയായിട്ട് ഈ 3 എസ്സേ ആണ് ഇതിൽ നിന്ന് കുറച്ച് ഷുവർ ലിസ്റ്റിലായിട്ട് ചോദിക്കാറുള്ളത്. ഈ ഫൈൻ സ്ട്രക്ചർ ചോദിക്കാം, സാധ്യത കുറവാണ്. എന്നിരിക്കലും അതിൽ റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ മാത്രമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മാത്രമായിട്ടൊക്കെ ചോദിക്കാം. പിന്നെ പ്രോബ്ലമായിട്ട് സാധാരണ വരാറുള്ളത് നമ്മൾ ഈ ചെയ്ത ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. ഇവാലുവേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി, ദാറ്റ് ഈസ് En=H'(NN) എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഫസ്റ്റ് ഓർഡർ പെർട്ടർബേഷൻ ഇക്വേഷൻ എഴുതിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്തു പോകാം. രണ്ടാമത്തെ റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സംഗതി, അത് ഒരു എസ്സേ സ്കോപ്പിലുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ അങ്ങനെ ബോധർ ചെയ്യാതെ റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ എന്ന സിലബസിൽ ഒരു പാർട്ട് കൊണ്ട് ശരി അതൊരു പ്രോബ്ലം ചോദിക്കാം എന്ന് വെച്ചാൽ അങ്ങനെ ജസ്റ്റ് നേരിട്ട് അങ്ങ് ചോദിക്കുകയൊക്കെ ചെയ്യാം. അൻഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് പവറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവാലുവേഷൻ ഇല്ല, ഓഡ് പവറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവാലുവേഷൻ ഇല്ല. അപ്പോൾ പെർട്ടർബ്ഡ് പാർട്ടിന് ഫോർത്ത് പവർ ഓഫ് പൊസിഷൻ ആവുന്ന രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ നമ്മൾ ചെയ്തിരുന്നു. അത് nth ക്വാണ്ടം സ്റ്റേറ്റിന് ചോദിക്കാതെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഓസിലേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇവാലുവേഷൻ ഓഫ് എക്സ്പെക്ടേഷൻ 1/r, ഇന്ന് നമ്മൾ ചെയ്ത 2 സംഗതികൾ, ഓർ എക്സ്പെക്ടേഷൻ 1/r². സി ദിസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എക്സ്പെക്ടേഷൻ 1/r-ഉം 1/എക്സ്പെക്ടേഷൻ r-ഉം ഡിഫറെൻ്റ് ആണ്. ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നത്. അത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, സെക്കൻഡ് സെമ്മിൽ ചെയ്തിട്ടുണ്ടായിരിക്കും തോന്നുന്നു. എക്സ്പെക്ടേഷൻ 1/r ഈസ് ഡിഫറെൻറ്റ് ഫ്രം 1/എക്സ്പെക്ടേഷൻ r, ആൻഡ് സിമിലർലി ഫോർ 1/r² ഓൾസോ. ഇതിൻ്റെ ഇവാലുവേഷൻ ചോദിക്കാം. സീമാൻ ഇഫക്റ്റ് മാത്രം പ്രോബ്ലം ചോദിക്കാം, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മാത്രം പ്രോബ്ലം ചോദിക്കാം. ഞാൻ ഷോർട്ട് ആൻസർ ഏത് അപ്രോക്സിമേഷൻ മെത്തേഡിലും ജനറലി ചോദിക്കുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ക്രൈറ്റീരിയ ഫോർ ദി വാലിഡിറ്റി ഓഫ് ദാറ്റ്, criteria for the validity of that approximation method. അപ്പോൾ പെർട്ടർബേഷൻ തിയറിയിലും അത് ചോദിക്കാം. പെർട്ടർബേഷൻ തിയറിയിൽ ക്രൈറ്റീരിയ ഫോർ വാലിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് സിസ്റ്റത്തെ പറ്റിയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ഒരു നോൺ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ്റെ പുറത്ത് ചെറിയൊരു ഡിസ്റ്റർബൻസ് കൊടുത്തതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ ആവുന്ന പ്രോബ്ലം വരുന്ന സമയത്തെല്ലാം ഇത് വാലിഡ് ആണ്. ദാറ്റ് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ ദി വാലിഡിറ്റി ഓഫ് പെർട്ടർബേഷൻ തിയറി. വേറൊന്ന് ചോദിക്കുന്നത് ഇത് തന്നെ, നേരിട്ട് ഞാൻ നേരത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞ് ചോദിച്ച സംഗതി, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി. അപ്പോൾ സെയിം സംഗതി പ്രോബ്ലം ആവും ഇട്ടും ചോദിക്കാം, ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാം. അതനുസരിച്ചാണ് നമ്മൾ ഷോർട്ട് ആൻസർ ആയിട്ട് ആൻസർ ചെയ്യേണ്ടത്. വേറൊന്ന്, വൈ ദർ ഈസ് നോ സ്റ്റാർക്ക് ഇഫക്റ്റ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ, അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ സ്റ്റാർക്ക് ഇഫക്റ്റിൽ ഈ എപ്സിലോൺ ആർ കോസ് തീറ്റ എന്നുള്ളതാണ് പെർട്ടർബ്ഡ് പാർട്ട് ഓഫ് ഹാമിൽട്ടോണിയൻ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കോസ് ടേം ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഓഡ് ഫംഗ്ഷൻ ആയിട്ട് മാറും. ആ ഇവാലുവേഷൻ ഇൻ്റഗ്രൽ 0 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ സ്റ്റാർക്ക് ഇഫക്റ്റ് ഇല്ലാത്തത്. പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു പോർഷനൊക്കെ ചോദിക്കാം. ഈ ഫൈൻ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ഫൈൻ സ്ട്രക്ചർ ഒരു പെർട്ടർബേഷൻ പ്രോബ്ലം ആയിട്ട് എങ്ങനെ കാണാൻ കഴിയും, അല്ലെങ്കിൽ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതും അല്ലെങ്കിൽ സീമാൻ ഇഫക്റ്റ്, നോർമൽ ആൻഡ് അനോമൽ സീമാൻ ഇഫക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അങ്ങനത്തെ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ സാധാരണ വരാറുള്ളത്. നേരിട്ട് ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് മോഡ്യൂൾ. Please take care of the module. The remaining part of this lecture will be uploaded by the evening. With that, we conclude this module. Now we move to discussion on variational principle and the WKB approximation. നിങ്ങളെ സെക്കൻഡ് സെം എക്സാം ഡേറ്റ് വന്നോ? ഈ നവംബർ മാസത്തിൽ എക്സാം ഉണ്ടാവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. റെന, അതിൻ്റെ ടൈം ടേബിൾ വന്നോ?
ഇല്ല സർ 22-ാം തീയതി ആണെന്ന് നോട്ടിഫിക്കേഷൻ വന്നു. 22-ാം തീയതി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? 22-ാം തീയതി ഇല്ലെങ്കിലും നവംബർ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് ആ ടൈം പി ടേബിൾ വന്നിട്ടില്ല. പക്ഷെ ഫോർത്ത് സെമ്മിന് വന്നു നവംബർ 11-ന്. ഫോർത്ത് സെമ്മോ? ഡിഗ്രി ആ ഫോർത്ത് സെം. ഡിഗ്രി ഫോർത്ത് സെം നവംബർ 11-ന് വന്നു. അങ്ങനെയാണെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ തീർത്തിട്ട് ഡിഗ്രീൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. അപ്പോ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ ഞാൻ എല്ലാ ദിവസവും ക്ലാസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോ ഇതിപ്പോ ഒക്ടോബർ മാസമല്ലേ, ഒക്ടോബർ ഒരു 20 ആവുമ്പോഴേക്കും നമ്മൾ ആ തേർഡ് മൊഡ്യൂൾ വരെ തീർത്ത് വെക്കാം. അതിനുശേഷം നിങ്ങളെ എക്സാം മിക്കവാറും നവംബർ ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും. നവംബർ ഫസ്റ്റ് വീക്കിൽ അത് ഉണ്ടായില്ല എങ്കിൽ പിന്നെ നവംബർ 20-ന് ശേഷം ഉണ്ടാവുള്ളൂ. പക്ഷെ നവംബറിലും ഡിസംബറിലും ആയിട്ട് യൂണിവേഴ്സിറ്റി എല്ലാ എക്സാമും തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ എക്സാം നവംബർ എന്ന് പറയാനുള്ള കാരണം അതാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് സാറേ നവംബറിലും ഡിസംബറിലും ആയിട്ട് എക്സാം നടത്തുന്നുള്ളൂ എന്നാണ്. ഒക്ടോബറിൽ വരാൻ സാധ്യത കുറവാണ്. ഇനി ഇങ്ങോട്ട് പ്രീപോൺ ചെയ്യുക അതൊരു റയർ ചാൻസ് ആണ്. ഇനിവേ നവംബറിൽ എന്തായാലും ഫസ്റ്റ് വീക്കിൽ എക്സാം പ്രതീക്ഷിക്കാം. അപ്പൊ അത് കണക്കാക്കിയിട്ട് നിങ്ങൾ സെക്കൻഡ് സെം നന്നായിട്ടൊന്ന് വർക്ക് ചെയ്യുക. മറന്നുപോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും യൂണിവേഴ്സിറ്റി കീഴിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങളതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു നോക്കുക. ഈ സർ അപ്പൊ കൂട്ടത്തില് ലാബ് എക്സാം ഉണ്ടാവോ? ലാബ് എക്സാം തിയറി എക്സാം കഴിഞ്ഞ ഉടനെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. നിങ്ങള് 12 എക്സ്പെരിമെന്റ് ചെയ്തില്ലേ? ജനറൽ ഇനിയുണ്ട്. ഇലക്ട്രോണിക്സ് ഒരു വിധം കംപ്ലീറ്റ് ആയിക്കണം. പക്ഷെ ജനറൽ കുറെ ബാക്കി. ജനറല് 8 ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. 6 ചെയ്തിട്ടുള്ളൂ സർ. അപ്പൊ ഒരു 4 കൂടെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം പ്രാക്ടിക്കൽ എക്സാം. 16 എക്സ്പെരിമെന്റ് എന്നുള്ളത് 12 എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ 10 എക്സ്പെരിമെന്റോ ഒക്കെ ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങള് ചെയ്ത എക്സ്പെരിമെന്റ്സ് ഒന്ന് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതിയാകും. അതിന്ന് എക്സാമിന് വെക്കുള്ളൂ. പിന്നെ മാൻഡേറ്ററി ആയിട്ട് 16 ചെയ്യണതിന് പകരം 10 12 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അത് വേറെ എല്ലാ സെന്ററുകളിലെയും സ്ഥിതി എന്താണെന്ന് നോക്കട്ടെ, അതിനനുസരിച്ച് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നവംബറിൽ സെക്കൻഡ് സെം എക്സാം പ്രതീക്ഷിക്കണം. നവംബർ എൻഡിലോ ഡിസംബർ ഫസ്റ്റ് വീക്കിലോ ആയിട്ട് ഈ പ്രാക്ടിക്കൽസും പ്രതീക്ഷിക്കണം. ഡിസംബർ ലാസ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നിങ്ങൾ തേർഡ് സെം എക്സാമും എക്സ്പെക്ട് ചെയ്യേണ്ടി വരും തോന്നുന്നു. നവംബറും ഡിസംബറും എക്സാം എടുത്ത് തീർക്കും എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ ദ പ്ലേ ടൈം ഇസ് ഓവർ. നൗ വാട്ട് കംസ് ഹിയർ ഇസ് ദ സ്റ്റഡി ടൈം. സെക്കൻഡ് സെം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരുവാണെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. പിന്നെ ഈ കുട്ടിക്ക് ഞാൻ അടുത്ത ആഴ്ച അയാളെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച വിളിച്ചിട്ട് പറയാം. ആ നോട്ട് തരാം. ആ നോട്ട് ഒന്ന് എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇനി ഞാൻ അടുത്ത ഈ ആഴ്ചയിൽ മുഴുവൻ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞതിൽ അസൈൻമെന്റ്സ് ഒഴിവാക്കാം. അസൈൻമെന്റ്സ് വെക്കണ്ട. പകരം എടുക്കുന്ന ക്ലാസ്സിന്റെ ഒരു ലെക്ചർ നോട്ട് മാത്രം അങ്ങനെ എഴുതി പോയാൽ മതി. ഒരു ബ്രീഫ് ലെക്ചർ നോട്ട് മാത്രമായിട്ട്. അത് അന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സൗകര്യം പോലെ ആ ഒരു പോർഷൻ തീരുമ്പോഴേക്കും, ഇപ്പോൾ വേരിയേഷൻ മെത്തേഡ് ആണെങ്കിൽ അത് തീരുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്യാം. ഇനിയുള്ള വേരിയേഷൻ മെത്തേഡും WKB അപ്രോക്സിമേഷൻ ഒക്കെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. കുറേശ്ശെ ക്ലാസ്സുകൾ എടുക്കാനും ഉണ്ടാവുള്ളൂ. പക്ഷെ എക്സാമിന് നല്ലോണം ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയും ചെയ്യും. അപ്പം അത് വിട്ട് കളയരുത്. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. Anything else you want to communicate me? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങളെല്ലാവരും ഇന്ററാക്ട് ചെയ്തിട്ടൊക്കെ കുറേ ആയി. അതാ ഞാൻ ഇന്നൊരു ലൈവ് സെക്ഷൻ വെച്ചത്. പിന്നെ ഈ വീഡിയോസ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അപ്ലോഡ് ആവുന്നില്ല.
പിന്നെ ഇന്നത്തെ പോർഷന്റെ ഈ സ്ലൈഡ്സ് ഞാൻ കുറച്ച് ഇമേജസ് ആയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് തേർഡ് സെമ്മിലെ പ്രാക്ടിക്കൽസ്, ഇപ്പൊ തേർഡ് സെമ്മിന്റെ ക്ലാസ് എടുക്കുക എന്നാണ് വെപ്പ്. അപ്പോ അതില് പൈത്തന്റെ പ്രാക്ടിക്കൽസ് ഒക്കെ വീഡിയോസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ സെക്കൻഡ് സെമ്മിലെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാവുമ്പം അതിൽ കൂടുതൽ ബുദ്ധിമുട്ട് വരണ്ടെന്ന് വെച്ചാൽ വീഡിയോസ് അങ്ങനെ റെഗുലറായി അപ്ലോഡ് ചെയ്യാത്തത്. ഒരു 6 or 7 വീഡിയോ ആയിട്ട് ദാറ്റ് വി കുഡ് ഫിനിഷ് ഇൻ 1 or 2 or 3 days അങ്ങനെ തന്നെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ഉള്ളവരൊക്കെ പൈത്തന്റെ സൈറ്റിൽ പോയിട്ട് പൈത്തൺ മാറ്റ് പ്ലോട്ട് ലൈബ്രറി വരെയുള്ള അല്ലെങ്കിൽ സയന്റിഫിക് പൈ എന്നുള്ള മോഡ്യൂള് വരെയുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ ആ എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ചെയ്ത് നോക്കാം. അപ്പം അതും വഴിയെ ചെയ്യാം. ഈ സെക്കൻഡ് സെമ്മിന്റെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ തീരട്ടെ, അതിന് ശേഷം മതി. അപ്പൊ ഇനി കുറച്ച് സീരിയസ് ആയിട്ട് അങ്ങോട്ട് പഠിച്ചു പോവാൻ നോക്കൂ. ഞാൻ ചിലപ്പോൾ അങ്ങ് ബിസി ആയി പോകും. കോളേജിൽ വന്നാലും വന്നില്ലെങ്കിലൊക്കെ ഭയങ്കര തിരക്കുകളായി പോകും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് റിലാക്സേഷൻ ആണ്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇപ്പോൾ 1 മണിക്കൂറിൻ്റെത് 15 മിനിറ്റ് ആണ് എന്നുള്ളതൊന്നും എടുക്കരുത്. ഈ കണ്ടന്റും ഇതൊക്കെ എല്ലാവർക്കും റെലവെന്റ് ആണ്. നമ്മളെല്ലാ കണ്ടന്റും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ യാത്രയൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. കൊറോണ ഒക്കെ അതിന്റെ വഴി അങ്ങനെ നടന്നു പോകും എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾ അങ്ങനെ വല്ലാതെ ബാധിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോ പുസ്തകങ്ങൾ വന്ന് ലൈബ്രറിയിൽ നിന്ന് എടുത്താൽ നല്ലതാണ്. ഇനി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളവർ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ വേണമെങ്കിൽ ഈ കോപ്പി എൻ്റെ കയ്യിലുള്ളത്, നമ്മൾ ഈ ക്ലാസ്സിൽ ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റ് ബുക്കും സെറ്റിലിയുടെ ടെക്സ്റ്റ് ബുക്കും PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഗൂഗിൾ ക്ലാസ് റൂമിൽ? ഓക്കെ, അത് രണ്ടും ഞാൻ ഇന്ന് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾ എടുത്തോളൂ. So that's it. So shall we close now? Close ചെയ്യാം. ഓക്കെ സർ. ഫിദ നാട്ടിലെത്തിയോ? ഫിദ ഈസ് ട്രൈയിങ് ടു ടെൽ മീ സംതിങ്. നമ്മൾ ലൈബ്രറിന്ന് ബുക്ക് എടുത്താൽ റിന്യൂ ടൈം എത്രയാണ് ബ്രോ? ചേഞ്ച് ചെയ്ത് തരാം. അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. 2 or 3 or 4 മാസത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. നമ്മളെ ഇങ്ങനത്തെ ടെക്സ്റ്റ് ബുക്കുകൾ കേട്ടോ. ഫിക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിക്ഷൻസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ലൈബ്രറിയിൽ വന്നാൽ മതി, എന്നിട്ട് സൗകര്യം പോലെ എടുത്തോളൂ. ഞാൻ ലൈബ്രറിയിൽ പറയുകയും ചെയ്യാം. So with that we wind up. Thank you all.